അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. അൽഹംദുലില്ലാ. എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സുഖമെന്ന് കരുതുന്നു. അൽഹംദുലില്ലാ. ഇന്ന് ഞാൻ വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കേൾക്കുക. നമുക്കെല്ലാവർക്കും ബാധിക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ട് കേട്ട് നിങ്ങളെല്ലാവരും ഒന്ന് സഹകരിച്ച് ദുആ ചെയ്യുക. പ്രാർത്ഥനയാണല്ലോ വലുത്. പ്രാർത്ഥന കൊണ്ട് നമുക്ക് എന്തും മാറ്റിമറിക്കാൻ കഴിയുമെന്നാണല്ലോ. പ്രാർത്ഥന അല്ലാഹു കേൾക്കും. നിങ്ങൾക്ക് വിഷയം മനസ്സിലായി കാണും. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ആ ഒരു പ്രശ്നം, അതിനിടയിൽ അമേരിക്കയും കൂടി കയറി വന്നപ്പോൾ പ്രശ്നം ഒന്നും കൂടി ഗുരുതരമാവും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ബാധിക്കും. എല്ലാ ഗൾഫ് രാജ്യത്തും ഈ ഒരു പ്രശ്നം ബാധിക്കും. നമ്മുടെ ഭർത്താക്കന്മാർ, മക്കള്, ഉപ്പമാര്, നമ്മുടെ കുടുംബക്കാര് എല്ലാവരും ഗൾഫ് രാജ്യത്ത് ജോലി ചെയ്യുന്നവരായിരിക്കും. അവർക്കൊക്കെ ബാധിക്കും ഈ ഒരു പ്രശ്നം. അതുകൊണ്ട് തന്നെ എല്ലാവരും മനസ്സറിഞ്ഞ് ദുആ ചെയ്യണം. ദുആ ചെയ്യലാണ് നമ്മുടെ ഏറ്റവും വലിയ ആയുധം. ദുആയാണ് എല്ലാത്തിനും പ്രതിവിധി. അള്ളാഹു നമ്മുടെ എല്ലാം ദുആ സ്വീകരിക്കട്ടെ. ഈ ഒരു പ്രശ്നം ഒന്ന് സോൾവായിട്ട്, ഈ ഒരു യുദ്ധം ഒന്ന് നിർത്തിയിട്ട് എല്ലാവർക്കും, എല്ലാ രാജ്യത്തിനും നല്ല മനസ്സമാധാനം കൈവരട്ടെ. ഈ ഒരു യുദ്ധം നിൽക്കാൻ വേണ്ടിയും അതുപോലെ നമുക്കൊക്കെ മനസ്സമാധാനം കിട്ടാൻ വേണ്ടിയും എല്ലാവരും, എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും വെറും 129 തവണ യാ ലത്തീഫ് എന്നുള്ള ദിക്ർ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് മനമുരുകി ദുആ ചെയ്യുക. ചൊല്ലുന്നതിന് മുന്നേ നിങ്ങൾ നിയ്യത്ത് വെക്കണം കേട്ടോ. ഈ ഒരു നിയ്യത്ത് വെക്കണം. ഈ ഒരു യുദ്ധം അവസാനിക്കാനും രാജ്യങ്ങൾ തമ്മിൽ നല്ല മനസ്സമാധാനം കിട്ടാനും പ്രശ്നങ്ങളൊക്കെ സോൾവ് ആവാനും ഒക്കെ ദുആ ചെയ്യണം. നമ്മൾ നമ്മുടെ എല്ലാ മുസ്ലിങ്ങൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. ആരെ ദുആയാണോ അള്ളാഹു സ്വീകരിക്കുക എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാവരും ദുആ ചെയ്യുക, മനസ്സറിഞ്ഞ് ദുആ ചെയ്യുക. ഒരുപാട് മുസ്ലിങ്ങൾ മരണപ്പെടുന്നുണ്ട്. ഇതൊന്നും കണ്ടു നിൽക്കാനൊന്നും കഴിയുന്നില്ല. വളരെ സങ്കടപ്പെട്ടിട്ടുള്ള ഒരു കാഴ്ചകളാണ്. അതുകൊണ്ട് എല്ലാവരും ദുആ ചെയ്യുക. 129 തവണ യാ ലത്തീഫ് എന്ന് ചൊല്ലിയിട്ട് ദുആ ചെയ്യുക. കഴിയുമെങ്കിൽ നിങ്ങൾക്ക് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുക, ഹാജത്തിന്റെ സുന്നത്ത് നിസ്കാരം. എന്നിട്ട് യാ ലത്തീഫ് എന്നുള്ള ആ ഒരു ദിക്ർ നിങ്ങൾ നിയത്ത് വെച്ച് 129 തവണ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. യാ ലത്തീഫ് എന്ന് ചൊല്ലാൻ പറഞ്ഞത്. യാ ലത്തീഫ് എന്നുള്ള ആ ഒരു ദിക്ർ 129 തവണ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു നമ്മുടെ ദുആ കേൾക്കും. അതുപോലെ ദുആക്ക് ഉത്തരം കിട്ടും എന്ന് ഒരുപാട് കിതാബിലൊക്കെ കണ്ടിട്ടുണ്ട്. നമുക്ക് എന്ത് ആഗ്രഹമുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു 129 തവണ യാ ലത്തീഫ് ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു യുദ്ധം അവസാനിക്കാനും എല്ലാ രാജ്യത്തിനും നല്ല മനസ്സമാധാനം കിട്ടാനും നമുക്ക് ദുആ ചെയ്യണം. നമുക്കിത് അത്യാവശ്യമാണ്. നമ്മുടെ മറ്റുള്ള മുസ്ലിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യണം. അതുകൊണ്ട് ഇത് നമ്മുടെ രാജ്യത്തിന് ബാധിക്കാതിരിക്കാൻ വേണ്ടിയും ഗൾഫ് രാജ്യങ്ങൾക്ക് ബാധിക്കാതിരിക്കാൻ വേണ്ടിയും അതുപോലെ നമ്മുടെ കുടുംബക്കാർക്കും നമ്മളിലുള്ള സഹോദരന്മാർക്കും ഭർത്താക്കന്മാർക്കും മക്കൾക്കൊക്കെ തണലേകാൻ വേണ്ടിയും അതുപോലെ അവരെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയും ഒക്കെ നമ്മൾ ദുആ ചെയ്യുക. എല്ലാവരും പരസ്പരം ദുആ ചെയ്യുക. ഓരോരോ ദിവസവും ഓരോരോ വാർത്തകൾ കാണുമ്പോഴും നെഞ്ഞിൽ നിന്ന് കത്തുകയാണ് തീ. കാരണം കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല, അത്രക്ക് ബേജാറാണ്. ഈ ഒരു അവസ്ഥയിൽ നമ്മൾ അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് ദുആ ചെയ്യുക. ആപത്തിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ, സംരക്ഷിക്കട്ടെ. നമ്മുടെ ഉറ്റവരെയും ഉടയവരെയും ഒരുപാട് മുസ്ലിങ്ങളെയൊക്കെ അള്ളാഹു കാത്ത് സംരക്ഷിക്കട്ടെ. ഈ യുദ്ധങ്ങളൊക്കെ അള്ളാഹു അവസാനിപ്പിച്ച് തരട്ടെ. യുദ്ധങ്ങളൊന്നും ഒന്നിനും ഒരു പ്രതിവിധിയല്ല. യുദ്ധം ചെയ്താൽ എല്ലാവരുടെയും ജീവനൊക്കെ ആപത്ത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതൊന്നും കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല. വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. എല്ലാവരും മനസ്സറിഞ്ഞ് ദുആ ചെയ്യുക. നമ്മൾ എല്ലാവരും വിചാരിച്ചാൽ തന്നെ ഒരുപാട് ദിക്റുകളൊക്കെ ആവും. എല്ലാവരും കൈ ഉയർത്തിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അള്ളാഹു ഉറപ്പായിട്ടും നമ്മുടെ ദുആ സ്വീകരിക്കും എന്നൊരു ഉറച്ച വിശ്വാസമുണ്ട്. അതുകൊണ്ട് എല്ലാവരും ദുആ ചെയ്യുക. 7 വട്ടം അല്ലെങ്കിൽ 11 വട്ടം നിങ്ങൾ നാരിയത്ത് സലാത്തും ചൊല്ലിയിട്ട് ദുആ ചെയ്യുക. എന്നാലും അള്ളാഹു നമ്മുടെ ദുആ സ്വീകരിക്കട്ടെ. നമുക്ക് കഴിയുന്ന എല്ലാ ദിക്റുകളും ചൊല്ലിയിട്ട് നമ്മൾ ദുആ ചെയ്യുക. ദിവസവും നിങ്ങൾ
യാ ലത്തീഫ് എന്ന് 129 വട്ടം ഈ ഒരു സമാധാനം നമുക്ക് കിട്ടും വരെയും ഒരു ദിവസം ചൊല്ലിയാൽ, അതുപോലെ ദിവസവും നിങ്ങൾ ചൊല്ലിയിട്ട് ദുആ ചെയ്യണം. ദിവസം ഏതെങ്കിലും ഒരു സമയം ഇതിന് കണ്ടെത്തുക. ഗൾഫ് രാജ്യങ്ങൾക്കൊക്കെ കൂടുതൽ അപകടങ്ങളൊക്കെ സംഭവിച്ചാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ബാധിക്കും. നമ്മുടെ നാട്ടിലുള്ള അധിക പേരും ഗൾഫ് കൺട്രി കൊണ്ടാണ് ജീവിക്കുന്നത് തന്നെ. നമ്മൾ എന്ത് കാര്യമുണ്ടെങ്കിലും ഗൾഫുകാരോട് നമ്മൾ പിരിവെടുക്കാറുണ്ട്. എല്ലാവരും അതുകൊണ്ട് തന്നെ ദുആ ചെയ്യുക. ദുആയാണ് നമ്മുടെ ആയുധം, ആരും മറക്കരുത്. എല്ലാവരും മനസ്സറിഞ്ഞ് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. ഉളുവോടുകൂടി കിബിലക്ക് മുന്നിട്ട് ദിക്റൊക്കെ ചൊല്ലി നിയ്യത്തോടുകൂടി നല്ല അദബോടുകൂടി താഴ്മയോടുകൂടി അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് ദുആ ചെയ്യുക. നമ്മുടെയൊക്കെ ജീവിതം അള്ളാഹു രക്ഷിക്കട്ടെ. നമ്മുടെയൊക്കെ ജീവിതം ആപത്തിൽ നിന്നും അപകടത്തിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. നമ്മുടെ കുടുംബക്കാരെയും വീട്ടുകാരെയും ഒക്കെ അപകടത്തിൽ നിന്ന് സംരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും മാക്സിമം ദുആ ചെയ്യുക. ഇത് തന്നെ ഒരുപാട് വട്ടം പറയുന്നത് നിങ്ങൾ അത്രക്ക് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യേണ്ടിയിട്ട് തന്നെയാണ്. അതുപോലെ ഇസ്ലാമിക് ചാനലും ഇസ്ലാമിക് ടിപ്സുകളും നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്നത് നിങ്ങൾക്ക് അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുക.